ബാങ്കിന്റെ കൊച്ചി റീജിയണൽ ഓഫീസിൽ നടന്ന വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ UAPA കേസിൽ പ്രതിയായ മാധ്യമപ്രവർത്തകയെ ക്ഷണിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. PDP നേതാവ് അബ്ദുൽ നാസർ മദനി പ്രതിയായ കേസിൽ ബംഗളൂരു NIA കോടതിയിൽ വിചാരണ നേരിടുന്ന KK ഷാഹിനെ ഭരണഘടനാ സ്ഥാപനമായ റിസർവ് ബാങ്കിന്റെ ചടങ്ങിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചതാണ് വിവാദമായത്. കൊച്ചിയിൽ നിന്ന് കിരൺ ചേരുന്ന വിവരങ്ങളുമായി. കിരൺ, വിവരങ്ങൾ എന്താണ്? റിസർവ് ബാങ്കിന്റെ കൊച്ചി റീജിയണൽ ഓഫീസിൽ നടന്ന വനിതാ ദിന ആഘോഷത്തിലാണ് മാധ്യമപ്രവർത്തകയായിട്ടുള്ള KK ഷാഹിന പങ്കെടുത്തിരുന്നത്. ഇവർ മുഖ്യാതിഥിയായാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഈ ചടങ്ങിൽ നേരത്തെ ഈ നിലവിളക്ക് കത്തിച്ചായിരുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഷാഹിന വിസമ്മതിച്ചതിനെ തുടർന്ന് പിന്നീട് കേക്ക് മുറിച്ചായിരുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ മറ്റ് മത ചടങ്ങുകളോടക്കം വിരോധം പുലർത്തുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചു? മാത്രവുമല്ല, ഇവർ UAPA കേസിലെ കൂട്ടുപ്രതിയാണ്. മദിനി അടക്കം പ്രതിയായിട്ടുള്ള ബാംഗ്ലൂരിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കേസിലെ പ്രതിയായിട്ടുള്ള ഇവരെ ഇത്തരത്തിലൊരു ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ചു എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. ഇതിനെതിരെയാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകളും രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ മദിനി അടക്കം പ്രതിയായിട്ടുള്ള കേസിൽ ഇവർ പ്രതിയായിട്ടുള്ള രണ്ടുപേരെ ജയിലിലെത്തി പിന്നീട് ഈ പ്രതികളെ മൊഴിമാറ്റുന്ന രീതിയിലേക്ക് സ്വാധീനം ചെലുത്തി എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർക്കെതിരെ NIA അന്വേഷണം നടന്നു വരുന്നത്. ഇവർ NIA കോടതിയിൽ വിചാരണ നേരിട്ട് വരികയുമാണ്. കിരൺ, അറിയേണ്ടത് അതാണ്. ഇതൊരു പരാതിയായി പോയിട്ടുണ്ടോ? ഇതിന്മേലൊരു നടപടി ഉണ്ടാകാൻ കാരണം ഈ ഒരു ആവശ്യം ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്താണ് സംഭവിച്ചെന്നുള്ളത്? ഒരു UAPA കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ് ഇതിന് ഇത്തരത്തിലൊരു മാനം നൽകുന്നത്. അപ്പോൾ എന്താണ് അത്തരത്തിലൊരു ഔദ്യോഗികമായ ഒരു പരാതിയൊക്കെ പോയിട്ടുണ്ടോ? നീലിമ, ഈ നേരത്തെ ഈ വനിതാ ദിനം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ ഷാഹിന തന്നെയാണ് ഈ ചിത്രങ്ങൾ ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി പുറത്തുവിട്ടിരുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ആ സമയത്ത് തന്നെ ഉയർന്നിരുന്നതാണ്. ഇതിനോടകം തന്നെ കേന്ദ്ര ധനമന്ത്രിക്കും ഒപ്പം തന്നെ റിസർവ് ബാങ്ക് ഗവർണർക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകളും വലിയ രീതിയിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 17-ാം തീയതി റിസർവ് ബാങ്കിന് മുന്നിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു പ്രതിഷേധം തന്നെ ഇവർക്കെതിരായിട്ട് ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പരാതികളും ഇവർക്കെതിരായിട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.